അപ്പന് അടുപ്പിലും ആകാം എന്നൊരു ചൊല്ലുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. നിങ്ങൾ വന്നിട്ട് തെറി വിളിക്കുകയോ എന്തേലും പറഞ്ഞോ ഒരു കുഴപ്പമില്ല, പക്ഷെ പറയേണ്ടത് പറയണല്ലോ. സൈഡിൽ ഒരു കാർ നിർത്തിയിട്ടുണ്ട്, സമ്മതിക്കുന്നു. എന്നിരുന്നാലും ആൾക്കാരെ കയറ്റാനായിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് സൈഡാക്കി നിർത്തിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? ഇവിടെ നമുക്ക് റോഡിൻ്റെ സൈഡ് ലൈനും സെൻട്രൽ ലൈനും കൃത്യമായി കാണാൻ പറ്റും. ബസ് എത്രത്തോളം നടുക്കാരുള്ളതെന്ന് മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളമാണ്. ഇപ്പം നിങ്ങൾ കണ്ടോ, അവരുടെ സ്ഥലത്തിനൊത്ത് അല്ലെങ്കിൽ സൈസിനൊത്തൊരു വണ്ടി വന്നപ്പോഴത്തേക്കും അവരവിടെ നിന്ന് മാറ്റിയെടുത്തിട്ട് പോയി, സൈഡാക്കി എടുത്തിട്ട് പോയി. ഇപ്പോൾ സൈഡാക്കാനോ റോഡിൻ്റെ സൈഡിൽ കൂടെ ഓടിക്കാനോ അറിയാനിട്ടല്ല, ഇത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പനടുപ്പിലും ആകാം, ബാക്കി ചെറിയ വണ്ടികൾ വന്ന് മുട്ടിയാൽ ഞങ്ങൾക്കൊന്നും പറ്റാനില്ല എന്നൊരു ധാർഷ്ട്യഭാവമാണോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ നന്നാക്കാൻ കഴിയത്തില്ല. നിങ്ങൾ വന്ന് തെറി വിളിക്കുകയോ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ബസ് പ്രേമികൾ വന്ന് എന്തെങ്കിലും പറഞ്ഞോ ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. നിങ്ങളങ്ങനെ പറയുമ്പോഴത്തേക്കും വീഡിയോ കുറച്ച് റീച്ചും കൂടെ കിട്ടും. പക്ഷേ പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതെങ്ങനെയാണ്? എനിക്ക് ബസ്സുകാരോട് പേഴ്സണലായിട്ട് ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. പക്ഷേ ഇതേപോലത്തെ ഓരോന്ന് കാണിക്കുമ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഒരു പ്രത്യേക ബസ്സുകാരെ ഫോക്കസ് ചെയ്തിട്ടോ അവർക്കെതിരെ ഒന്നുള്ളൊരു ക്യാമ്പയിനോ ഇതൊന്നും അല്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അവർ ചെയ്ത മിസ്റ്റേക്ക്. അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പുറകെ വന്ന് തെറി വിളിക്കുന്നവരെ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണെന്നും കൂടി നോക്കി അത് മനസ്സിലാക്കിയിട്ട് വേണം തെറി വിളിക്കാനായിട്ട്. തെറി വിളിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല, തെറി വിളിച്ച് സന്തോഷം മാത്രം. ഓക്കെ.